വിസ്മയസഹിതം കബറു പൊളിഞ്ഞു നരകം. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഉയർപ്പിന് ശേഷമുള്ള ഞായറാഴ്ചകളിൽ ഓരോരുത്തരും പരസ്പരം അഭിവാദനം ചെയ്യുന്ന ഒരു രീതിയാണ്. ഇന്ന് വിശുദ്ധ വേദഭാഗത്ത് യേശു തമ്പുരാൻ തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഭയന്ന് ഒരു മുറിക്കകത്ത് ആയിരുന്ന ശിഷ്യന്മാരോട് ക്രിസ്തു പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് തന്റെ മുറിവുകൾ ശിഷ്യന്മാരെ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഇന്ന് ഒന്നാമതായിട്ട് ചിന്തിക്കുന്നത് ഈ ശിഷ്യന്മാരോട് നൽകിയ സമാധാനത്തെ പറ്റിയാണ്. ക്രിസ്തു പറയുന്നത് ഇങ്ങനെയാണ്, ഈ മുറിവുകളെക്കാൾ കൂടുതലായി ലോകം നിങ്ങൾക്ക് ഒന്നും തരാൻ പോകുന്നില്ല. തമ്പുരാൻ തന്നെ പറയുന്നുണ്ടല്ലോ, ദേഹത്തെ കൊല്ലുവാൻ കഴിയുന്നവരെ ഭയപ്പെടേണ്ട, മറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ടുന്നത് ദേഹത്തെയും ദേഹിയെയും ഒരുപോലെ അഗ്നിനരകത്തിൽ ഇടുവാൻ കഴിവുള്ള ദൈവത്തെ തന്നെയാണ് ഭയപ്പെടേണ്ടതെന്ന് പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഉയർപ്പിന്റെ വലിയ സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഇടയിലുള്ള വലിയ ഒരു സമാധാനത്തെ പറ്റിയാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കൽ പോലും മറന്നു പോകരുത്. പ്രത്യേകമായി ഈ ഞായറാഴ്ച യുവാക്കളോടുള്ള ഒരു ഞായറാഴ്ചയായിട്ടൊക്കെ പിതാക്കന്മാരെ ക്രമീകരിച്ചിട്ടുണ്ട്. യുവത്വം പലപ്പോഴും വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ. ഈ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയകളിൽ 2 യുവ ഡോക്ടർമാര് നൃത്തം കളിക്കുന്നതിനെ പറ്റിയൊക്കെ പറയുകയുണ്ടായി. എത്ര മനോഹരമായിട്ടാണ് ആ കുട്ടികൾ അത് ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും അതിന്റെ അകത്ത് തെറ്റായ ചിന്തകൾ കുത്തി നിറച്ചുകൊണ്ട് മതവും ജാതിയും വർഗീയതയും നിറയ്ക്കുന്ന ചില തെറ്റായ ശീലങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. അത് മതത്തിനപ്പുറമായി സ്നേഹത്തെ പറ്റി തിരിച്ചറിയുവാൻ സാധിക്കാത്തതുകൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. മതവും രാഷ്ട്രീയവും യുവത്വവും എല്ലാം കൂടെ ചേർന്ന് കളന്ന് വല്ലാത്തൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്തു പറയുന്ന സമാധാനം എന്ന് പറയുന്നത് അത് സ്നേഹത്തിന്റെ, കരുണയുടെ, കരുതലിന്റെ, പ്രത്യാശയുടെയൊക്കെ വലിയ ഒരു സമാധാനമാണ് എന്നത് നമ്മൾ ഒരിക്കൽ പോലും മറന്നുപോകരുത്. വീണ്ടും ക്രിസ്തു ശിഷ്യന്മാരോട് ഊതിയിട്ട് പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനെന്ന്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും കരുണയുടെയും സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെയും റൂഹ എന്നാണ് പെന്തിക്കോസ്തിയുടെ ശുശ്രൂഷയിൽ പറയുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വെറുപ്പും വിദ്വേഷവും വർഗീയതയും സ്വജനപക്ഷപാതവും സ്വാർത്ഥതയും ആസക്തികളും ഒക്കെ ശക്തമാകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ പരിസരത്ത് പോലുമില്ല. നമ്മുടെ ഉള്ളിലെ നല്ല വിചാരങ്ങളെയും നല്ല ചിന്തകളെയും ഉണർത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. ഈ സമാധാനത്തിന്റെ വലിയ ആശംസ ക്രിസ്തു നമുക്ക് തരുമ്പോൾ തന്റെ ഉത്ഥാനത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നത് സ്നേഹത്തെ പറ്റിയും ഉള്ളിന്റെ നന്മയെ പറ്റിയുമാണ്. അതുകൊണ്ടൊക്കെയാണല്ലോ ആദ്യമായിട്ട് ക്രിസ്തു ഒരു ദർശനം നൽകുന്നത് ഒരു പാപിനിയായ സ്ത്രീക്കായിരുന്നു. പാപിനി എന്ന വാക്ക് ഉച്ചരിക്കുന്നത് തെറ്റാണ്. കാരണം ഇന്ന് അവൾ പാപിനിയല്ല, മുമ്പ് അവൾ പാപം ചെയ്തിരുന്നു. പക്ഷെ ക്രിസ്തുവിൽ അവൾ ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവമായി മാറുകയാണ്. ഇതുകൊണ്ട് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളും കുറവുകളും ഒക്കെയുള്ളവരാകാം, പക്ഷെ ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ ഓടിയെടുക്കണം. പള്ളി എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ ചിത്രങ്ങൾ കൊണ്ട് നിറയ്ക്കുവാനുള്ള ഒന്ന് മാത്രമല്ല, മറിച്ച് പാപികളും പള്ളിയിലേക്ക് കടന്നു വന്ന് ക്രിസ്തുവിനെ അറിഞ്ഞ് സ്വയം വിശുദ്ധമാകപ്പെടേണ്ടുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് അടയ്ക്കപ്പെട്ട മാളികയിൽ ക്രിസ്തു നൽകുന്ന സമാധാനം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ വലിയ സന്ദേശം എന്ന് പറയുന്നത് ലോകം ഇതിൽ കൂടുതലൊന്നും നമുക്ക് തരത്തില്ല, അതുകൊണ്ട് ഈ ലോകത്തെ ഭയപ്പെടേണ്ട എന്നുള്ള വലിയ ഒരു സന്ദേശമാണ്. രണ്ടാമതായിട്ട് മാർത്തോമാ ശ്ലീഹ ക്രിസ്തുവിന്റെ ശരീരത്ത് സ്പർശിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആദ്യം വന്നപ്പോൾ മാർത്തോമാ ശ്ലീഹ ഇല്ല. രണ്ടാമത് ക്രിസ്തു മാർത്തോമാ ശ്ലീഹയുടെ അവിശ്വാസം കണ്ടിട്ട് പറയുകയാണ്, നീ വന്ന് എന്റെ മുറിവുകളെ സ്പർശിക്കുക എന്ന്. ഭാരതീയ ചിന്തയിൽ 3 തരത്തിലുള്ള ആധ്യാത്മികതയെ പറ്റി പറയുന്നുണ്ട്. 1 സ്പർശനം എന്ന് പറയുന്ന അനുഭവമാണ്. 2 ദർശനം എന്ന് പറയുന്ന അനുഭവമാണ്. 3ാമത്തേത് അനുഭവത്തിന്റെ തലമാണ്. ടച്ച്, വിഷൻ, എക്സ്പീരിയൻസ്. ഈ 3 നമുക്ക് വളരെ ലളിതമായിട്ട് ചിന്തിക്കുവാൻ സാധിക്കും. പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ ഓർമ്മയാണല്ലോ ഏപ്രിൽ 5-ാം തീയതി കഴിഞ്ഞത്. ഒരു വലിയ പുണ്യവാനാണ്, ക്രിസ്തുവിനെ അനുഭവിച്ച ഒരു വ്യക്തിയാണ്.
ആ തിരുമേനി തന്റെ പ്രസംഗങ്ങളിൽ പലപ്പോഴും പറയാറുള്ള ഒരു കഥയുണ്ട്. പഞ്ചസാര എന്ന് എഴുതി വെച്ചിട്ട് അതിനെ നക്കിയാൽ ഒരിക്കലും രുചി കിട്ടത്തില്ല എന്ന്. നമുക്കറിയാം, പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് സ്പർശിച്ചു നോക്കാം, നമുക്കതിനെ കാണുവാനും സാധിക്കും. പക്ഷേ അതിന്റെ രുചി എന്ത് എന്നറിയണമെങ്കിൽ അത് നമ്മൾ രുചിച്ചു നോക്കുക തന്നെ ചെയ്യണം. യഥാർത്ഥത്തിൽ അനുഭവത്തിന്റെ തലം എന്ന് പറയുന്നത് അതാണ്. തോമാസ് ശ്ലീഹായുടെ ജീവിതത്തിൽ ക്രിസ്തു ഒരു അനുഭവമായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഉയർപ്പിന്റെ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തു ഒരു അനുഭവമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രീയ പരിസരങ്ങളൊക്കെ വല്ലാതെ അങ്ങ് മലിനീമസമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മൻസൂർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ വെട്ടിക്കൊല്ലുകയാണ്. അഭിമന്യുവിനെ വെട്ടിക്കൊന്നതും കുറച്ചു നാളുകൾക്ക് മുമ്പാണല്ലോ. ശരത്തും കൃപേഷ്ലാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരെയും വെട്ടിക്കൊല്ലുന്നത് നമ്മൾ കണ്ടു. പലപ്പോഴും രാഷ്ട്രീയത്തിനു വേണ്ടിയും മതത്തിനു വേണ്ടിയും കൊലപാതകത്തിന് ഇറങ്ങിയിരിക്കുന്ന ഒരാളെ പോലും നമുക്ക് ന്യായീകരിക്കുവാൻ സാധിക്കത്തില്ല. മറിച്ച് യുവത്വം എന്ന് പറയുന്നത് പഠനത്തിന്റെ കാലയളവാണ്, നന്മയുടെ ചിന്തയുടെ കാലമാണ്. പലപ്പോഴും ഇത് വിദ്വേഷത്തിന്റെയും വർഗീയതയുടെയും തെറ്റായ രാഷ്ട്രീയ ചിന്തകളുടേതുമായി മാറുമ്പോൾ എത്രയോ മാതാപിതാക്കൾക്കാണ് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് സ്നേഹമെന്തെന്ന് ഈ ദിവസം നമ്മളെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തുവും ഒരു ചെറുപ്പക്കാരനാണല്ലോ. യുവത്വത്തിന്റെ അവസ്ഥയിൽ തന്നെ ക്രിസ്തു മരിക്കുകയാണ്. മാർ തോമാസ് ശ്ലീഹായ്ക്ക് ക്രിസ്തു പ്രത്യക്ഷമായ ഈ ദിവസത്തെ പറ്റി ചിന്തിക്കുമ്പോൾ തോമാസ് ശ്ലീഹ ഭാരതത്തിന് നൽകിയ ആ അനുഭവത്തിന്റെ തലം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തുവിന്റെ ഉയർപ്പ് നമ്മുടെയൊക്കെ ഉള്ളിലെ നന്മയുടെ ഉയർപ്പാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന ആ ബോധ്യത്തോടുകൂടി നമുക്ക് ജീവിക്കാം. അതോടൊപ്പം തന്നെ ദൈവസ്നേഹിയായ കാലം ചെയ്ത ഇവാനിയോസ് തെരമനസിന്റെ ഓർമ്മയും വരികയാണ്. ഏപ്രിൽ മാസം 12-ാം തീയതി തിരുമേനി എപ്പോഴും പറയാറുണ്ട്, കുരിശ് വരയ്ക്കണം, കുരിശ് ധരിക്കണം, കുരിശ് വഹിക്കണമെന്ന്. സ്നേഹത്തെ പറ്റിയാണ് ആ കുരിശ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവാനിയോസ് തിരുമേനിയുടെ ചിന്തകളും എപ്പോഴും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പറ്റിയാണ്. ഈ ഉയർപ്പിന് ശേഷമുള്ള ഞായറാഴ്ചകൾ നന്മയുടെ ഉയർപ്പാകട്ടെ, വിശുദ്ധിയുടെ ഉയർപ്പാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. യുവാക്കളോടുള്ള ഈ ഞായറാഴ്ച സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും ധൈര്യത്തിന്റേതുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. പ്രലപിത നാരികളവിടെയണൻ